നിയമസഭാ ഇലക്ഷൻ ഫലം പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയിൽ ആകാംക്ഷ തുടരുന്നു. LDFും UDFും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ NDA കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. അഭ്യൂഹങ്ങൾ പലതുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ വലിയ ആകാംക്ഷയാണ് ഇരു പാർട്ടിയിലെ പ്രവർത്തകർക്കുമുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയിലെ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ഇരുമുന്നണികളെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലമാണ് മൂവാറ്റുപുഴ. LDFിനെയും UDFിനെയും മാറി മാറി മൂവാറ്റുപുഴയിൽ നിന്നുള്ള പ്രതിനിധികൾ നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുമുണ്ട്. LDFിൽ നിന്നും N അരുണും UDFിൽ നിന്നും മാത്യു കുഴൽനാടനും NDA സ്ഥാനാർത്ഥിയായി സണ്ണി തോമസുമാണ് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ചത്. ശക്തമായ മത്സരമാണ് മൂന്ന് മുന്നണികളും തമ്മിൽ കാഴ്ചവെച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അരുൺ തിരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചാണ് മാത്യു കുഴൽനാടൻ രംഗത്തിറങ്ങിയിരുന്നത്. ഇരു മുന്നണികളെയും പഴിചാരിയും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിച്ചുമാണ് NDA ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് തേടിയത്. ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം മാസക്കാലത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഫലപ്രഖ്യാപനമെത്തുന്നത്. മുന്നണികൾ തമ്മിൽ പലവിധ സോഷ്യൽ മീഡിയ പോരുകളും നടന്നുവെങ്കിലും അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് മെയ് 4 മൂവാറ്റുപുഴയിൽ ആര് ജയിച്ചാലും തോൽക്കുന്നയാൾക്ക് അത് അഭിമാന പ്രശ്നമായി മാറുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ 2020 കരസ്ഥമാക്കിയ വോട്ടുകൾ ഇത്തവണ 2020 സ്ഥാനാർത്ഥി കരസ്ഥമാക്കുമോ എന്ന ആകാംക്ഷയും ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമുള്ള പ്രചരണമാണ് കനത്ത വെയിലിലും കാഴ്ചവെച്ചിരുന്നത്. നിരവധി പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിലും അതിനു തൊട്ടു മുൻപും ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനുമുള്ള ഉത്തരമാണ് 4 വരുവാൻ പോകുന്നത്. മാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.